സാറ് അബുദാബിയിലായിരുന്നു പറഞ്ഞു. 7 വർഷമാണ് സാർ അബുദാബിയിൽ എത്തിച്ചേർന്നത്? ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. ഞങ്ങളുടെ കമ്പനി ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ്. അപ്പം വി ഹാവ് പ്രോജക്ട്സ് ഓൾ ഓവർ UAE. അപ്പം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ എമിറേറ്റ്സിൻ്റെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ആം ഫോഴ്സസ് ഓഫീസേഴ്സ് ക്ലബിൻ്റെ ക്ലീനിങ് ആൻഡ് സെക്യൂരിറ്റി ഞങ്ങളുടെ കമ്പനി, ഇറ്റ് വാസ് എൻ ഓസ്ട്രേലിയൻ കമ്പനി. അപ്പോൾ അതിൻ്റെ മാനേജറായിട്ടാണ് ഞാൻ അബുദാബിയിൽ വന്നത്. അത് കഴിഞ്ഞ് അൽ മസൂദ് എന്ന് പറയുന്ന അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയുടെ ഒരു ഡിവിഷൻ്റെ മാനേജറായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കറ്റിൽ തിരിച്ചു. മസ്കറ്റിൽ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ചൈന നാഷണൽ പെട്രോളിയം കമ്പനി. അങ്ങനെ കുറച്ച് നാൾ ഓയിൽ റിഗിൽ ഡെസേർട്ടിലാണ്. അത് ഇറ്റ്സ് എ വെരി ഫണി സ്റ്റോറി. കാരണം ഞങ്ങളുടെ ഓഫീസ് ഒരു വില്ലയാണ്. മദീന കബൂസ് എന്ന് പറയുന്ന വലിയൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം അതിൻ്റെ തൊട്ടടുത്തൊരു വില്ലയിലാണ് ഈ ചൈനക്കാർ ഗ്രേറ്റ് വാൾ ഡ്രില്ലിംഗ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭാഗത്ത് നടക്കുമ്പോഴത്തേക്ക് ഈ 2-3 ചൈനക്കാർ ഇതിനകത്ത് കാണും. അപ്പം പെട്രോളിയം കമ്പനിയാണെന്ന് മനസ്സിലായി. 10-25 വർഷമായിട്ട് ഗൾഫിൽ ജീവിച്ചിട്ട് എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പെട്രോളുമായിട്ടൊരു കണക്ഷനും വന്നിട്ടില്ല. എന്നാൽ ഗൾഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ഓയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുമായിട്ട് കയറി സംസാരിച്ചു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഓപ്പറേഷൻസ് മാനേജർ എന്നൊരു പ്രൊഫഷനുണ്ട്, ഒരു അക്കൗണ്ട് മാനേജറുണ്ട്, ഒരു ഓപ്പറേഷൻസ് മാനേജർ, ഒരു വില്ലായിരുന്നു. അപ്പം ഞാൻ പൂജിയായിട്ട് വർത്താനം പറഞ്ഞു. ആൾക്കൊരു വലിയ ഒരു ഓഫീസുണ്ട്, വലിയ ടേബിളും ലാപ്ടോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. വർത്താനം പറഞ്ഞു. അപ്പോൾ ദേ ആർ ലുക്കിംഗ് ഫോർ എൻ അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ബേസിക്കലി ഈ ചൈനക്കാരും നാട്ടുകാരും ഒമാനികളുമായിട്ടും ഇവർ പർച്ചേസ് നടക്കുന്നതിനകത്ത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു കോർഡിനേറ്റർ വേണം. പിന്നെ ഒത്തിരി എല്ലാ സാധനങ്ങളും സപ്ലൈസ്, ഇപ്പോൾ ഫുഡാണേലും ഇപ്പം സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഇതിനൊക്കെ ഒരു കോർഡിനേറ്റർ. പിന്നെ ആൾക്കാർ വരും പോവും. അപ്പോൾ അതിൻ്റെ ലോജിസ്റ്റിക്സ്. സോ ദ പൊസിഷൻ ഇസ് കോൾഡ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനക്കാരൻ്റെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ആ ജോലി കിട്ടി. അപ്പം കിട്ടിയതിൻ്റെ ഒരു റീസൺ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് റിജുവായിട്ടൊരു കണക്ഷൻ ഒന്നുമില്ല. അയാൾ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജോലി കിട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് രസമുള്ള പാർട്ടെന്ന് പറയുന്നത്, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് ചോദിച്ചു, താൻ ശരിക്കും, അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്തോ എങ്ങനെ ഗൾഫിൽ വന്ന് എൻ്റെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം. ഞാൻ ഗൾഫിൽ പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് എ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ഹൗ ദ GCC വർക്ക്സ്. അപ്പം ഇയാൾ എന്നോട് ചോദിച്ചു, ശരിക്കും ഒരു ഓയിൽ റിഗ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ പടത്തിൽ കണ്ടു. ആൻഡ് ഐ ആം അപ്ലൈയിങ് ഫോർ എ റിഗ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ജോബ്. ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ്, മറിച്ചാന്നൊക്കെ ഇയാൾ ചോദിക്കുന്നു. എന്നിട്ട് ഇയാൾ എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ നാച്ചുറലി വിചാരിച്ചു കഴിഞ്ഞു. ഐ വാസ് വാക്കിംഗ് ടുവേർഡ്സ് എ ഡോർ. അപ്പോൾ പുള്ളി ചോദിച്ചു, എവിടെ പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. അയാൾ പറഞ്ഞു, അല്ലല്ല, ആകപ്പാട് ഈ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ലാപ്ടോപ്പ് മാത്രമുള്ളതുകൊണ്ട് നീ എൻ്റെ കസേരയിൽ ഇരുന്നിട്ട് നീ എന്നോട് പറഞ്ഞത് നിന്റെ അപ്പോയിൻമെന്റ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ. ഞാൻ വിചാരിക്കും ഡ്രീമിങ് അല്ല സിനിമയിൽ കാണുന്നതാണ്. സോ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഞാൻ ഇറ്റ് ഈസ് എ വെരി റെസ്പോൺസിബിൾ പൊസിഷൻ. പക്ഷെ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് ടെക്നിക്കലായിട്ടൊന്നുമില്ല.
ലോജിസ്റ്റിക് ആൾക്കാർ വരും, സാധനങ്ങൾ വരും, ഡ്രൈവേഴ്സ് ഉണ്ട്, പല വളരെ ഏത് strong. സമയത്തും ഒരു 10-28 രാജ്യത്തെ ആൾക്കാർ ഈ റിഗിൽ കാണും. അപ്പോൾ ഒരു മിനി യുണൈറ്റഡ് നേഷൻസ് ആയി. അപ്പോൾ അങ്ങനെയാണ് കുറേ നാൾ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കണക്ക് 10-30 വർഷം ഗൾഫിലായി. രക്ഷപ്പെടണമായിരുന്നെങ്കിൽ പണ്ടേ രക്ഷപ്പെടാൻ, ഇനി അവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഐ ഫെൽറ്റ് ഹോം സിക്ക് ടു ബി വെരി ഓണസ്റ്റ്. അപ്പോൾ അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നെയ്ബർ ഇവിടെ ആലപ്പുഴ, ഞാൻ ആലപ്പുഴക്കാരനാണ്, വലിയ ഒരു കോയർ എക്സ്പോർട്ടർ രവി കർണാടക. അവരെൻ്റെ നെയ്ബേഴ്സാണ്. ഞങ്ങൾക്ക് ജനറേഷൻസ് ആയിട്ട് അവരെ അറിയാം. അവർക്ക് മ്യൂസിയം, അവർക്ക് 3 കമ്പനിയുണ്ട്. ആലപ്പി കമ്പനിയുണ്ട്, വേറെ 1-2 ഹബ്ബായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാളെ എനിക്കറിയാം. അപ്പോൾ എന്നോട് ചോദിച്ചു താൻ എന്തോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ ഇരിക്കുന്നു. അപ്പം ശരി, അപ്പനെയും അവിടുത്തെ സീനിയറായിട്ടുള്ള അവരെ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. ഏതായാലും ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. കയർ കമ്പനി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്യാം. അത് അങ്ങനെ ഒരു ഫണ്ണി ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പം ഈ ആദ്യത്തെ ദിവസം ഞാൻ ഈ മേശയൊക്കെ ക്ലിയർ ചെയ്തു. അന്ന് നമ്മൾ ഗൾഫിലായതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാം, ഡെസ്ക്ടോപ്പ് ഉണ്ട്. അപ്പം സാധാരണ ടേബിൾ ടോപ്പ് വൃത്തിയാക്കി വെക്കുക, ഡെസ്ക്ടോപ്പ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടുത്തെ ഒരു പ്യൂൺ വന്നിട്ട് പറയുന്ന ഒരു മുടി കയറെന്നാണ് പറയുന്നത്, ഇങ്ങനെ സാമ്പിൾ വരുന്നത്. അപ്പോൾ എൻ്റെ മേശയുടെ മൂലയ്ക്ക് ഐ എം ദി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, AO എന്ന് പറയുന്ന ഒരു സീനിയർ പൊസിഷൻ. അപ്പം കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഹാളിൽ ഒരു 47 പേര്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ദിവസം ആലപ്പുഴ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആലപ്പി കമ്പനി. ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ്. നടന്നു പോകാനുള്ളതേ ഉള്ളൂ. എൻ്റെ ഓണറൊക്കെ എൻ്റെ വീടിൻ്റെ പുറത്ത്. അപ്പം ഞാൻ ഈ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഈ കയറിങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതാരാണ് ഈ കയറ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, എൻ്റെ മേശകളിലല്ല ഇത് വെക്കേണ്ടത്. അപ്പം ബിനു എന്ന് പറയുന്ന അവിടെ 10-20 വർഷമായിട്ടുള്ളൊരു ബിനുണ്ട്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി ഒച്ചത്തിൽ എല്ലാവരും കേൾക്കി പറഞ്ഞു, സാറേ ഇത് കയറല്ലേ, ഇത് ചണമാണ്. അപ്പം എൻ്റെ മനസ്സിലൊരു ഭയങ്കര വെടി വെട്ടി. എടാ, കയറും ചണവുമായിട്ട് ഉള്ള ഡിഫറൻസ് അറിയാൻ വയ്യാത്തവനാണ് കയർ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്നത്. ആൻഡ് ഐ വർക്ക് ദർ ഫോർ another 10 years. കാരണം ഈ ഓണേഴ്സിനെ അറിയാം. പിന്നെ എങ്ങനെ ഒരു കമ്പനി, കാരണം I was fortunate to work with some very good companies, good managers. I picked up a lot of good things from ഈ പല മാനേജേഴ്സിൻ്റെ കയ്യിൽ. അപ്പം ഇവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഐ ഹാഡ് എ ഫ്രീ ഹാൻഡ്. സോ അങ്ങനെ വളരെ എന്താ പറയുന്നത്, പ്രിപ്പയർഡ് അല്ലാത്ത അല്ലെങ്കിൽ പഠിച്ച് ഒരു നോളജ് ഇല്ലാത്ത പല പണിയും ചെയ്ത് ലൈഫ് വാസ് ഇൻട്രസ്റ്റിംഗ്. വർക്കിംഗ് ലൈഫ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ബീയിങ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അറ്റ് 58 you have to retire. അപ്പം അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നാൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയത്തില്ല. ഈ അറിയാൻ വയ്യാത്ത സാധനം അറിയാന്ന് പറയുന്ന ഒരു ചെറിയ അസുഖമാണ്. അപ്പം അങ്ങനെ അതിനകത്ത് അപ്പോഴാണ് ഈ കേജ്രിവാളും അണ്ണാ ഹസാരയുടെ ഇതൊക്കെ. അങ്ങനെ ഞാൻ അതിൻ്റെ പുറകെ തൂങ്ങി. ഞാൻ കാൻഡിഡേറ്റ് അല്ല, ഞാൻ ആലപ്പുഴയിലെ ആദ്യത്തെ ജില്ലാ പ്രസിഡന്റാണ്. ആം ആദ്മിയുടെ പാർട്ടിയിൽ ഞാനാണ്. ഇവിടെ എൻ്റെ വണ്ടിയിലകത്ത് കുറച്ച് പേര്, എൻ്റെ റോട്ടറി ഫ്രണ്ട്സ്, എൻ്റെ മീസോണിക് ലോഡ്ജ് ഫ്രണ്ട്സ്, അങ്ങനെ കുറെ ആൾക്കാരെ. അങ്ങനെ സാധാരണക്കാരുടെ പാർട്ടിയാണ്. പക്ഷെ ആദ്യത്തെ മീറ്റിങ്ങിന് ആരെങ്കിലും വേണമല്ലോ, ചായ മടിച്ചിരാന്നൊക്കെ ആദ്യമായിട്ട് ഇവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ കുറെ നാള് ഈ 2012
തൊട്ട് 14-15 മണിക്കൂർ വരെ രണ്ട് പ്രാവശ്യം ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്നു. CR നീലകണ്ഠൻ സാറിൻ്റെ ഓരോരുത്തരും ഇതിലോട്ടൊക്കെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. CR നീലകണ്ഠൻ സാറിൻ്റെ സമയത്ത് പുള്ളിയുടെ സ്റ്റേറ്റ് ടീമിൻ്റെ ഒരു മെമ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോക്കറ്റിൽ നിന്ന് കാശ് വല്ല അതെ, പോക്കറ്റിൽ നിന്ന് കാശ് പോകും, സമയവും വേണം. ഇതിനോട്ട് രാജ്യം നന്നാണ്. കാരണം എന്നെ ഇതിനകത്തോട്ട് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കാരണം നമ്മൾ മലയാളികൾ ഗൾഫിൽ ചെല്ലുമ്പോഴത്തേക്ക് വളരെ സീരിയസ് ആയിട്ടും സിൻസിയറായിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് യൂണിയനും മറ്റതും മറിച്ചും കൈക്കൂലി, ഈ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൈക്കൂലി. ഇതിൽ ഡോക്ടർമാരാണേലും സാറുമാരാണേലും അപ്പോൾ ഇയാള് കൈക്കൂലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ആണ് ഇത് തുടങ്ങിയത്. അപ്പം ദാറ്റ് വാസ് വെരി അട്രാക്റ്റീവ് ടു മീ. പിന്നെ ലൈക്ക് ഓൾ പോളിറ്റിക്സ്, ഈ when you go deeper into it അതിനകത്ത് വരും. കാരണം സെൽഫിഷ്നെസ് വരും, ഒത്തിരി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളൊരു പൊളിറ്റീഷ്യൻ അല്ല. പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. സോ എനിവേ, സിറിയക്ക് സാറ് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് person to lead Kerala was Siriyaka sir. That time the chief secretary at Tamil Nadu. He's a pretty senior man, almost 80 years old, but extremely very sharp, very smart. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ സമയം കളയാനായിട്ട് എനിക്കിപ്പം ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അല്ലേ? പ്രോപ്പർട്ടി ഉണ്ട്. എൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, ഒരു ബ്രിട്ടീഷ്. ഓക്കെ. ഞങ്ങളിവിടെ ഒരു ഓർഫണേജ് നടത്തുന്നുണ്ട്, ഹോപ്പ് വില്ലേജ് എന്ന് പറയുന്നത്. അത് ഈ SOS വില്ലേജിൻ്റെ മോഡലിൽ ഈ 5-6 വീടുണ്ടാക്കി കൊടുത്തിട്ട് ഓരോ വീട്ടിൽ ഒരു അമ്മമാരെ വീടായിട്ട് അവർക്ക് പിള്ളേരെ കൊടുക്കും വളർത്താനായിട്ട്. അപ്പോൾ അങ്ങനെ അപ്പം അതിനകത്ത് അങ്കിളെ ഞാൻ വിളിക്കാം കേട്ടോ. അങ്കിൾ ഐ വിൽ കോൾ യു ലേറ്റർ.